രാവിലെ ഒരു ദാരുണമായ സംഭവം നമ്മുടെ മുൻപിലേക്ക് എത്തിയിരുന്നു. കാനഡയിൽ വിമാനാപകടമുണ്ടായി. അതിലൊരു മലയാളി വിദ്യാർത്ഥി മരിച്ചു എന്ന വാർത്ത നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. തൃപ്പൂണിത്തുറ സ്വദേശിയാണ് ശ്രീഹരി. ശ്രീഹരിയുടെ അമ്മാവൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് 9 മണിക്കൂർ 180 ഹവേഴ്സോ മറ്റോ ഫ്ലൈ ചെയ്യണം. അതിൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിരുന്നു. ഞാൻ കേട്ടത് മരിച്ച മറ്റേ കുട്ടി, കനേഡിയൻ കുട്ടി, എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ലൈസൻസ് എടുക്കാനുള്ള ശ്രമത്തിലോ മറ്റോ ആയിരുന്നു തോന്നുന്നു. എനിക്ക് അത്ര ഞാൻ പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ചെല്ലാം ഈ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ, കൃത്യമായിട്ടുള്ള ധാരണ നമുക്കില്ല. അത് നമ്മൾ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ സെൻട്രൽ മിനിസ്ട്രി വഴി, എക്സ്റ്റേണൽ മിനിസ്ട്രി വഴി, അതല്ലാണ്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് വഴി എല്ലാ രീതിയിലും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ എംബസിയുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ ചാനലിലെല്ലാം മിനിസ്റ്റേഴ്സും ബാക്കി എല്ലാവരും കാണുന്നതാണല്ലോ. എല്ലാവരോടുള്ള റിക്വസ്റ്റും അതുതന്നെയാണ്. ഒരാളുടെ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബോഡി ഇവിടെ എത്തി ഒരു ക്രിമേഷൻ കഴിയുമ്പോഴാണ് അതിനൊരു ക്ലോഷർ വരിക, ഞങ്ങൾക്കും ഫാമിലിക്കും എല്ലാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു വളരെ വലിയൊരു ഉപകാരമായിരിക്കും. നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട്. ദയവായി അതിന് വേണ്ടുന്ന എന്തെങ്കിലും ഹെൽപ്പുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരിക എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. താങ്ക് യു. ശ്രീഹരിയുടെ അമ്മാവനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഏതായാലും ദാരുണമായ സംഭവമാണ്. ഈ ഫ്ലൈ അതിന് പഠിക്കുന്നവരാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ചെറുവിമാനങ്ങൾ കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത്. കൊച്ചി സ്വദേശി ശ്രീഹരി സുകേഷാണ് മരിച്ചത്. പരിശീലന പറക്കലിനിടെയാണ് അപകടമുണ്ടായതെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാനിറ്റോബ വിമാനത്താവളത്തിന് സമീപമാണ് അപകടം സംഭവിച്ചത്. നേരത്തെ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ പറഞ്ഞതുപോലെ, ഈ പറയുന്നത് പോലെ മറുഭാഗത്തുണ്ടായിരുന്നത് ഒരു കനേഡിയൻ വിദ്യാർത്ഥിയായിരുന്നു. ആ വിദ്യാർത്ഥി പ്രൈവറ്റായിട്ട് ഈ പൈലറ്റ് ലൈസൻസ് എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടയിലാണ് ഈ വിമാനത്തിലേക്ക് മറ്റൊരു വിമാനം വന്ന് ഇടിച്ചു കയറി അങ്ങനെ അപകടം സംഭവിക്കുന്നത്. ഏതായാലും നമ്മളെ സംബന്ധിച്ചൊരു ദാരുണമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഒരു കുട്ടി കൂടി അതിൽ ഉൾപ്പെട്ടു മരിച്ചു എന്ന് പറയുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ഇനിയിപ്പോൾ ആ കുടുംബം പറഞ്ഞതുപോലെ മൃതദേഹം നാട്ടിലേക്ക് മടങ്ങിയെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ ഇടപെടലുകൾ വളരെ വേഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്. മുൻ അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും വളരെ വേഗത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇടപെടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ എംബസിയുമായും കേന്ദ്ര സർക്കാരുമായും മറ്റ് സംവിധാനങ്ങളുമായും സംസ്ഥാന സർക്കാരിന് സാധ്യമാകുന്ന വിധത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇന്ന് പുലർച്ചെയാണ് ഈ വാർത്ത നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. കൊച്ചി സ്വദേശിയായ ശ്രീഹരി സുകേഷ് മരിച്ചു എന്ന വാർത്ത വരുന്നു. പരിശീലന പറക്കലിനിടെ അപകടമുണ്ടായി മരണപ്പെടുകയാണ് എന്ന വിവരമാണ് പുറത്തു വന്നത്. കാനഡയിലെ മാനിറ്റോബ എന്ന് പറയുന്ന സ്ഥലത്തെ വിമാനത്താവളത്തിന് സമീപമാണ് അപകടമുണ്ടായത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ വിവരങ്ങൾ ലഭിക്കുന്നത്. ഉമേഷ് ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. ഉമേഷ്, ഏറെ ദാരുണമായ സംഭവമാണ്. നമ്മുടെ ഒരു കുട്ടി വിദേശ രാജ്യത്ത് വച്ച് പൈലറ്റാകാൻ പഠിക്കുകയായിരുന്നു. അപകടത്തിൽ മരണപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. എന്താണ് കുടുംബത്തിന് ലഭ്യമായ വിവരങ്ങൾ? മനു, ഇത് ചൊവ്വാഴ്ച കാനഡയിലെ സമയം രാവിലെ 8:45 ഈ അപകടം ഉണ്ടായത്. അതായത് ഇവിടെ രാത്രി 7:30 ശേഷം ആണ് ഈ അപകടം ഉണ്ടാകുന്നത്. അന്ന് തന്നെ ഇവർക്ക് വിവരം ലഭിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന ശ്രീഹരി സുകേഷ് 23 വയസ്സുള്ള വിദ്യാർത്ഥിയാണ്. ഈ കാനഡയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഈ പൈലറ്റ് ലൈസൻസ് നൽകാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയായിരുന്നു ഈ ശ്രീഹരി സുകേഷ്. അവിടെ ഈ പരിശീലന പറക്കലിൻ്റെ ഇതിനകം തന്നെ ശ്രീഹരിക്ക് സ്വകാര്യ പൈലറ്റ് ലൈസൻസ് ഉണ്ട്. ഇനി കൊമേഴ്ഷ്യൽ ലൈസൻസിനുള്ള പരിശീലനത്തിലായിരുന്നു ശ്രീഹരി. അതിൻ്റെ ഭാഗമായുള്ള പരിശീലന പറക്കൽ അത് ശ്രീഹരി മാത്രമല്ല, ശ്രീഹരിയുടെ മറ്റൊരു സഹപാഠിയായ കനേഡിയൻ സ്വദേശിനി സാവന്ന മെയ് റോയ്സു, ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ പരിശീലന പറക്കൽ നടത്തിയത്. അങ്ങനെ പറക്കലിനൊടുവിൽ ഇത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് വിമാനം ഒരുമിച്ച് വന്ന സമയത്താണ് ഇത് പരസ്പരം ഉരസി ഇങ്ങനൊരു തീപിടുത്തം, അങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നാണ് അവിടെ നിന്ന് ഇവർക്ക് ഈ കുടുംബത്തിന് ലഭിച്ച വിവരം. അങ്ങനെയാണ് ഈ അപകടത്തിൽ ഈ രണ്ടുപേരും മരിക്കുന്നത്. മലയാളിയായ ശ്രീഹരി സുകേഷും ഒപ്പം കനേഡിയൻ സ്വദേശിനിയായ 20-കാരിയും, ഈ രണ്ടുപേരും അപകടത്തിൽ മരിച്ചു എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് ലഭിച്ചത്. ഈ പരിശീലന പറക്കലിനിടെയാണ് അത് സംഭവിച്ചത് എന്നും അവിടെ നിന്നുള്ള വിവരം വരുന്നുണ്ട്. ഇത് 180 മണിക്കൂറോളം ഇങ്ങനെ പറത്തിയാലാണ് ഇതിൻ്റെ ലൈസൻസ് കിട്ടുക. അത് നേടാറായ ഒരു സമയത്താണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഈ വീട്ടുകാരടക്കം അല്പം മുമ്പ് ശ്രീഹരിയുടെ അമ്മാവനടക്കം സംസാരിച്ചിരുന്നു. ശ്രീഹരി +2 വരെ ഇവിടെ ഈ തൃപ്പൂണിത്തുറയിൽ തന്നെയായിരുന്നു. തിരുവാണിയൂരിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. +2 പഠനത്തിന് ശേഷം നാസിക്കിലേക്ക് പോയി. അവിടെയാണ് ഇത്തരത്തിൽ പൈലറ്റ് കോഴ്സിന് വേണ്ടി ആദ്യം ചേർന്നത്. അതിനുശേഷം പിന്നീട്
ഈ കാനഡയിലേക്ക് പോവുകയായിരുന്നു. അവിടെ 1.5 വർഷമായി കാനഡയിൽ വിദ്യാർത്ഥിയായിരുന്നു ശ്രീഹരി സുകേഷ് എന്നാണ് പറയുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഏറ്റവും ദുഃഖകരമായ നിർഭാഗ്യകരമായ ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ തൃപ്പൂണിത്തുറയിലെ സ്റ്റാച്യു ജംഗ്ഷനിലാണ് ശ്രീഹരിയുടെ വീട്. ഇപ്പോൾ അപകടം സംഭവിച്ച് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ അപകടം സംഭവിച്ചത്. ഇനി ഇതിൻ്റേതായ അന്വേഷണം ഒക്കെ അവിടെ നടക്കും. എപ്പോഴത്തേക്ക് ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ വീട്ടിലുള്ളവർ പറയുന്നത്. ശ്രീഹരിയുടെ അമ്മാവനടക്കം പറഞ്ഞത് അതാണ്. എത്രയും പെട്ടെന്ന് ഈ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ അത് കേന്ദ്രമന്ത്രിമാരുടെയും ഒപ്പം മുഖ്യമന്ത്രിയുടെയും ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചു വരികയാണ്. ഇത്തരത്തിൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങളുടെ ഈ വിവരങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയാണ്. മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ അതിന് എല്ലാവരുടെയും സഹായം അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ തരത്തിൽ വളരെ വേഗം ഈ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയും ആ കുടുംബത്തിനുണ്ട്. മനു.